ഹരേ കൃഷ്ണ. അങ്ങനെ കർക്കിടക മാസം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറേയൊക്കെ രാമായണത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മളെല്ലാവരും വായിച്ചു കേട്ടു മനോഹരമായ ഒരു യുദ്ധകഥ. എന്താണ് നമ്മൾ ഇതിൽ നിന്നും പഠിച്ച പാഠം? നമ്മൾ ഏതൊരു കഥയോ അല്ലെങ്കിൽ എന്തൊരു കാര്യമോ കേട്ടാൽ അതിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്താണ് നമ്മൾ പഠിച്ചത് രാമായണത്തിൽ? നമുക്കറിയാം, ദശാവതാരങ്ങളുണ്ട് അല്ലേ? അതിലേറ്റവും അവസാനത്തെ അവതാരമായിട്ട് കൽക്കി പുരാണമൊക്കെ ഉണ്ട്. കൽക്കി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പുള്ള അവതാരങ്ങൾ കഴിഞ്ഞു, അവരുടെ കാലഘട്ടം കഴിഞ്ഞു. അതൊക്കെ നമ്മൾ പഠിച്ചു, നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ശ്രീരാമൻ എന്ന് പറയുന്ന അവതാരം ഒഴികെ ബാക്കി എല്ലാ അവതാരങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. മത്സ്യമായാലും കൂർമ്മമായാലും വരാഹമായാലും നരസിംഹമായാലും ശ്രീകൃഷ്ണനായാലും ഇങ്ങനെയുള്ള എല്ലാ അവതാരങ്ങളെയും, പരശുരാമനായാലും വാമനനായാലും എല്ലാ അവതാരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സകലരും ആ ദേവതയെ, ആ അവതാരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. വരാഹമൂർത്തിയോട് തന്നെ ദേവഗണങ്ങൾ ചെന്ന് അപേക്ഷിക്കുകയാണ്, രക്ഷിക്കണേ, ഭൂമിയെ രക്ഷിക്കണേ എന്ന്. അതുപോലെ ഓരോ അവതാരത്തിനോടും, ശ്രീകൃഷ്ണനോടായാലും മറ്റുള്ളവർ ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഭഗവാൻ തൻ്റെ വിക്രമം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും ഭഗവാൻ നാരായണൻ അർജുനനെ സഹായിക്കുകയാണ്, കൊന്നു നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഭഗവാനാണ് അവിടെ നിയന്ത്രിക്കുന്നത്. ആരെ എപ്പോൾ യുദ്ധം ചെയ്യണം, ആരെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റണം, ആര് മരിക്കണം, ഇതെല്ലാം ഭഗവാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഘടോൽക്കച്ചൻ്റെയൊക്കെ കഥ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഘടോൽക്കച്ചനൊക്കെ മരണം സംഭവിക്കുന്നത്. മഹാഭാരതം നമ്മൾ വായിച്ചു വരുമ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഓരോന്നും. ഭഗവാന്റെ ഇച്ഛയനുസരിച്ചിട്ടാണ് അവിടെ ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ രാമായണത്തിൽ നമ്മൾ രാമായണം ആദ്യം മുതലേ വായിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഭഗവാൻ ശ്രീരാമൻ പൂർണ്ണമായ മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയാണ്. എല്ലാ ചാബല്യങ്ങളും എല്ലാ ദൗർബല്യങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. ഭഗവാൻ കുഞ്ഞിലേ തന്നെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസത്തിനായിട്ട് വിടുന്നു. വിദ്യയൊക്കെ അഭ്യസിക്കുന്നു, ധനുർവിദ്യയൊക്കെ അഭ്യസിക്കുന്നു. അതിനുശേഷം രാക്ഷസന്മാർ താപസന്മാരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. വസിഷ്ഠൻ കൊണ്ടുപോകുന്നെങ്കിലും വസിഷ്ഠൻ പറയുന്നതനുസരിച്ചിട്ടാണ് അവിടെ രാമനും ലക്ഷ്മണനും പ്രവർത്തിക്കുന്നത്. അതിനുശേഷം വസിഷ്ഠ മഹർഷിയാണ് ജനകഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നു. അവസാനം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്നു. അച്ഛൻ പറയുന്നു രാജാവാക്കാമെന്ന്. അതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചില വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നത്. അതനുസരിച്ച് അച്ഛൻ്റെ വാക്ക് കേട്ട് വനത്തിലേക്ക് പോകുന്നു. അവിടെയും ലക്ഷ്മണനെ കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. ലക്ഷ്മണൻ കൂടെ ചെല്ലുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഓരോ സന്യാസിമാരുടെ ആശ്രമങ്ങളിൽ പോകുന്നു, അവരുടെ കൂടെ താമസിക്കുന്നു. അങ്ങനെ സീതാദേവിയുടെ ആഗ്രഹം അനുസരിച്ച് കൃഷ്ണമൃഗത്തെ പിടിക്കാനായി പോകുന്നു. ആ സമയത്ത് നമ്മൾ പഠിച്ചതാണ്, രാവണൻ വന്ന് കൊണ്ടുപോകുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഭഗവാൻ കരയുകയാണ്. സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ കരഞ്ഞിട്ട് ഓരോരുത്തരോടും ഭഗവാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മളൊരു ആപത്തിൽപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം നിലവിളിക്കും, അല്ലെങ്കിൽ ആദ്യം വിഷമിക്കും. അതിനുശേഷം നമ്മൾ ഏതൊക്കെ വാതിലിൽ മുട്ടാമോ ആ വാതിലിലൊക്കെ നമ്മൾ എന്ന് മുട്ടും. ഭഗവാൻ ശ്രീഹരിയാണ്
ഭഗവാന് വേണമെങ്കിൽ രാവണനാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാം. നേരെ അവിടെ ചെന്നിട്ട് രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ വധിക്കാം. പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്താണ് ചെയ്തത്? ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. അതും ആരോടാണ്? മനുഷ്യരോടല്ല, മൃഗങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ബാലിയെ വധിക്കുന്നു, സുഗ്രീവൻ തന്നെ സഹായിക്കാൻ വേണ്ടി. ബാലിയും രാമനുമായി ഒരു വൈരാഗ്യവുമില്ല, എന്നിട്ട് പോലും സുഗ്രീവൻ്റെ സഹായത്തിന് വേണ്ടി സുഗ്രീവൻ്റെ ശത്രുവായ ബാലിയെ വധിക്കുന്നു. അതും ഒളിച്ചു നിന്ന്. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആര് ചെയ്യുന്നത്? ശ്രീരാമൻ ചെയ്യുന്നത്. അതിനുശേഷം മൃഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ശ്രീരാമൻ യുദ്ധം ചെയ്യിക്കുന്നത്. പല സമയത്തും രാമനും ലക്ഷ്മണനും വീഴുന്നു, നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ മൃഗങ്ങളാണ് സഹായിക്കുന്നത്. ഈ മൃഗങ്ങളുടെ യുദ്ധം നമ്മൾ കണ്ടില്ലേ? മൃഗങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവർ കല്ലും മണ്ണും മരവും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാണ്, രാക്ഷസന്മാരുടെ മേത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവരെ കടിക്കുന്നു, തലമുടിക്ക് പിടിച്ച് വലിക്കുന്നു, കുറേ പേര് ചെവി കടിക്കുന്നു, ഇല്ലേ? മാന്തുന്നു, ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് കുരങ്ങന്മാർ. രാമനും ലക്ഷ്മണനും 2 തവണയാണ് യുദ്ധക്കളത്തിൽ വീഴുന്നത്. ആ 2 തവണയും മറ്റുള്ളവരുടെ സഹായത്താലാണ് അവർ രക്ഷപ്പെടുന്നത്. അതിനുശേഷം രാവണനെ വധിക്കാനും സഹായിക്കുന്നത് ആരാണ്? വീരഹനുമാൻ. വീരഹനുമാൻ മണ്ഡോദരിയുടെ കൊട്ടാരത്തിൽ പോയി ആ ആയുധം എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണല്ലോ ശ്രീരാമന് രാവണനെ കൊല്ലാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ അവനൊരു കാര്യം ചെയ്യണമെങ്കിൽ, അവനൊരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ അവന് ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ വേണ്ടി വരും. ഇത് ഭഗവാൻ കാണിച്ചു തരികയാണ് നമുക്ക്. ഒരു മനുഷ്യൻ എങ്ങനെയാകണം എന്ന് ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ, അത് ചെറിയ ആളുകളുടെ സഹായമായിരിക്കാം. നമ്മുടെ ഒരു നേട്ടത്തിൻ്റെ പുറകിൽ ഏറ്റവും ചെറിയ ഒരാളുടെ സഹായമായിരിക്കാം നമുക്ക് കിട്ടുന്നത്. ആരെയും നമുക്ക് ചെറുതായി കാണാൻ പാടില്ല. ആരെയും നമ്മൾ കാണരുത്. ഒരു മൃഗത്തിനെ പോലും ചെറുതായി കാണാൻ പാടില്ല എന്ന് ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം രാമായണം പഠിക്കാൻ. അല്ലാതെ അതിങ്ങനെ ഒരു കഥ പോലെ നമ്മൾ കേട്ടു പോവുകയല്ല വേണ്ടത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഭാഗം, രാവണനോട് ചെന്ന് രാജ്യനീതിയെക്കുറിച്ച് ചോദിക്കുന്നു. കാരണം രാമനോട് പറയുന്നുണ്ട്, ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു, രാജ്യം തരാമെന്ന് അച്ഛൻ പറയുന്നു, സാധിച്ചില്ല. പിന്നീട് കാട്ടിൽ വന്നു മുനിമാരുടെ കൂടെ താമസിക്കുന്നു. അവരെ കൊല്ലാൻ പറയുന്നു, അവരെ കൊല്ലുന്നു. ഇവരെ കൊല്ലാൻ പറയുന്നു, ഇവരെ കൊല്ലുന്നു. അങ്ങനെ പോയി ഇപ്പോൾ വാനരന്മാരുടെ കൂടെ ജീവിക്കുന്നു. അതിനുശേഷം അവരുടെ സഹായത്തോടു കൂടി ദേവിയെ വീണ്ടെടുക്കുന്നു. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ രാജ്യം കിട്ടും. പക്ഷേ എങ്ങനെ ഭരിക്കണം? പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ പോയി. അതിനാണ് രാവണനോട് ചോദിക്കുന്നത്. രാവണനാണ് രാജ്യനീതി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണത്. നമ്മൾ പലപ്പോഴും ഒരു കാര്യമുണ്ട്, ചെയ്യാം. നമ്മുടെ അച്ഛനെയും അമ്മയും കാണാൻ പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു നല്ല സാരി മേടിച്ചു കൊടുക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ബന്ധുക്കൾ ഇപ്പം വയ്യാതിരിക്കുന്നു, അവരെ ഒന്ന് ചെന്ന് കാണണം. ഇന്ന് വേണ്ട, നാളെ ആകട്ടെ, ഇങ്ങനെ കരുതി എന്തു ചെയ്യും? മാറ്റിവെച്ച് നമ്മൾ മറ്റു കാര്യങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതോർത്ത് വിഷമിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം അത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് അമ്മയ്ക്ക് മേടിച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്നോർത്ത് നമ്മൾ വിലപിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ, ഏത് വീഡിയോയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ മകളിരുന്ന് കരയുന്നു അമ്മയുടെ അടുത്ത്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, അമ്മയ്ക്കൊരു മഞ്ഞ പട്ടുസാരി വേണം, മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുസാരി വേണമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ജോലിയുള്ള മകളാണ്. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കരയുന്നു. എന്താ പ്രയോജനം? രാവണൻ അത് രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം.
പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ല കാര്യങ്ങൾ മാറ്റിവെക്കും. എന്നിട്ട് ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ്, നിന്നെപ്പറ്റി അത് പറഞ്ഞു കേട്ടോ, ഇന്ന ആൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നെപ്പറ്റി അത് പറഞ്ഞു എന്ന് ഒരാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ ഇട്ടേച്ച് ഓടിച്ചെന്ന് അവരെ ചീത്ത വിളിക്കും, ഇല്ലേ? എത്ര പേരങ്ങനെ ചെയ്യാറുണ്ട്? അതിന് നമ്മൾ ഒരു താമസവും വെക്കില്ല. അതായത് ചീത്തയായ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും നല്ല കാര്യങ്ങൾക്ക് താമസം വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് രാവണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഉദാഹരണം പറയുന്നത് എന്താണ്? ശൂർപ്പണഖ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ കണ്ണും കാതും ഒക്കെ ദേ രാമനും ലക്ഷ്മണനും കൂടെ മുറിച്ച് കളഞ്ഞു, പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പോയി സീതയെ തട്ടിക്കൊണ്ടുവരിക. കേട്ട പടുതി കേൾക്കാത്ത പടുതി എന്തു ചെയ്യുന്നു? രാവണൻ ഓടിച്ചെന്ന് സീതയെ തട്ടിക്കൊണ്ടുവരുന്നു. അതല്ലാതെ അതിനു മുമ്പ് രാമനുമായോ സീതയുമായോ ഒന്നും രാവണന് യാതൊരു വഴക്കുമില്ല. സഹോദരിയുടെ വാക്ക് കേട്ട് നിന്ന നിപ്പിൽ ഓടിപ്പോയി ആ ദുഷ്കർമ്മം ചെയ്യുന്നു. അതിൻ്റെ ഫലമോ? സ്വന്തം നാശവും, പുത്രന്മാർക്ക് നാശവും, സഹോദരന്മാർക്ക് നാശവും, രാജ്യത്തിന് മുഴുവൻ നാശവും ഉണ്ടാക്കുന്നു. എന്നാൽ അതൊരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിലോ? എന്തിനാണ് നിന്നെ അവരങ്ങനെ ചെയ്തത് എന്ന് ശൂർപ്പണഖയോടൊന്ന് ചോദിക്കാൻ രാവണന് തോന്നിയിരുന്നെങ്കിലോ? രാവണൻ സീതയെ മോഷ്ടിക്കുമായിരുന്നോ? ഈ നാശങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? നമ്മളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എടുത്തു ചാടി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓരോ പ്രവൃത്തിയും ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ പോലും ചെറുതായി കാണാൻ പാടില്ല. ശ്രീഹരി വിഷ്ണുവിനെ സഹായിച്ചത് കേവലം വാനരന്മാരാണ്. ഇതെല്ലാം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് വാൽമീകി ഈ കാവ്യങ്ങളൊക്കെ നമുക്ക് എഴുതിയത്. ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ ചാബല്യങ്ങളോടും കൂടി നമ്മുടെ മുമ്പിൽ അവതരിച്ച ശ്രീഹരി വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ശ്രീരാമൻ മാത്രമേ ഉള്ളൂ പൂർണ്ണമായ മനുഷ്യരൂപത്തിൽ അവതരിച്ച നാരായണൻ്റെ ഒരവതാരം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീണ്ടും 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 ആ രാമായണം എടുത്ത് കേൾക്കണം. അങ്ങനെ കേട്ടിട്ട് അതിലെ ശരിയും തെറ്റും നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ കുലുക്കി 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 ഏതാണ് അതിനകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, എന്താണ് ശരിക്കും രാമായണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. പിന്നീട് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ദേവേന്ദ്രൻ അമൃത് മഴ പെയ്യിക്കുന്നു, അപ്പോൾ മരിച്ചു വീണ വാനരന്മാരെല്ലാവരും ജീവിക്കുന്നു. പക്ഷേ ഈ അമൃത് മഴ രാക്ഷസന്മാരുടെ ശരീരത്ത് വീണിട്ട് രാക്ഷസന്മാരാരും ജീവിക്കുന്നില്ല. അത് ശ്രീരാമൻ ചോദിക്കുന്നുണ്ട് ഇന്ദ്രനോട്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ആ സമയത്ത് ഇന്ദ്രൻ എന്താണ് മറുപടി പറഞ്ഞത്? വാനരന്മാർ മരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദേഷ്യവും പകയും ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ മരിക്കുന്നത്. കാരണം രാവണനെ കൊല്ല്, കുംഭകർണനെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ മരിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ സമയത്ത് എന്താണുള്ളത്? പകയും ദേഷ്യവും ഈർഷ്യയും ഒരാളെ കൊല്ലണമെന്നുള്ള ഒരു ആഗ്രഹവും വെച്ചുകൊണ്ടിട്ടാണ് അവർ മരിക്കുന്നത്. എന്നാൽ രാക്ഷസന്മാർ മരിക്കുന്നത് എങ്ങനെയാണ്? രാമനെ കൊല്ലെന്നും പറഞ്ഞാണ്. അവിടെ കൊല്ല് എന്ന വാക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം രാമൻ എന്ന വാക്കിന് വന്നു. അതായത് ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ ആ സമയത്ത് യുദ്ധസമയത്ത് വന്നു നിന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവരുടെ മനസ്സിൽ 24 മണിക്കൂറും ആരെ പറ്റിയുള്ള ചിന്തയാണ്? രാമനെ പറ്റിയുള്ള ചിന്തയാണ്. യുദ്ധം തുടങ്ങിയപ്പം മുതൽ അവർ രാമനെ പറ്റി മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരിക്കുന്ന സമയത്തും അവരുടെ മനസ്സിലെ ചിന്ത എന്താണ്? ശ്രീഹരി വിഷ്ണുവാണ്. അതുകൊണ്ട് മരിച്ചപ്പോൾ രാമ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു? ആ നിമിഷം തന്നെ മോക്ഷം കിട്ടി, വൈകുണ്ഠത്തിലേക്ക് പോയി. എന്നാൽ രാക്ഷസൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് മരിച്ച വാനരന്മാർക്ക് മോക്ഷം കിട്ടിയില്ല. അതുകൊണ്ടാണ് അമൃതമഴ പെയ്ച്ചപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തത്? ജനിച്ചത്. നമ്മളിതിനു മുമ്പ് അജാമളൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്, ശിശുപാലൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജരാസന്ധൻ്റെ കഥ, കംസൻ്റെ കഥ. അവിടെയൊക്കെ മോക്ഷം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്?
അവരൊക്കെ ശത്രുഭാവത്തിലാണെങ്കിൽ പോലും രാവും പകലും ചിന്തിക്കുന്നത് ആരെ പറ്റിയാണ്? കൃഷ്ണനെ പറ്റിയാണ്. മരിക്കുമ്പോഴും കൃഷ്ണനെ വിളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ മരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ മോക്ഷം ലഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നാമം ജപിക്കണമെന്ന് പറയുന്നത്. പഴയ ആളുകൾ പറയും, മുത്തശ്ശിമാരൊക്കെ ഇരുന്ന് നാമം ചൊല്ലും, രാമായണം വായിക്കും. എന്തുകൊണ്ടാണ്? 24 മണിക്കൂറും നമ്മളിൽ വരേണ്ടത് ഭഗവത് നാമങ്ങളാണ്. അങ്ങനെ നമ്മൾ നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. ചിലർ പറയുന്നത് കേൾക്കാറില്ലേ, ചത്താലും ഞാൻ അവനോട് മിണ്ടത്തില്ല. മരണം വരെ മറ്റൊരാളോട് ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്കറിയാം, ഇല്ലേ? അതൊക്കെ വലിയ ദോഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയായിരിക്കും നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാകാൻ പാടില്ല എന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കൈകേയി അങ്ങനെ ഒരു വരം ചോദിക്കുന്നു. പക്ഷേ കൗസല്യയോ സുമിത്രയോ ഒരിക്കൽ പോലും കൈകേയിയെ മാറ്റി നിർത്തിയതായിട്ട് നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടില്ല. അതുപോലെ അങ്ങനെ ചെയ്തു എന്ന് കരുതി ഭരതൻ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഭരതനും അമ്മയെ അമ്മയായി തന്നെയാണ് പിന്നീട് കാണുന്നതും. ഒരിക്കലും വൈരാഗ്യം വെച്ച് പുലർത്തുന്നില്ല. അവസാനം ശ്രീരാമനും ലക്ഷ്മണനും ഒന്നും തന്നെ കൈകേയിയോട് യാതൊരു വൈരാഗ്യവും കാണിക്കുന്നുമില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാമായണം വായിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ എല്ലാവരും നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി ശരിയായ ഒരു ബോധതലത്തിലേക്ക് മാറി അതനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കണം. ഇനിയും വായിക്കുമ്പം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം, ഭഗവാൻ പറഞ്ഞു തന്ന വഴിയെ സഞ്ചരിക്കാനായിട്ട് കുറച്ചെങ്കിലുമൊക്കെ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.